ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങയൊന്നും ചേർക്കാത്ത കറികളുമായിട്ട് പെട്ടെന്ന് രുചിയോടെ ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു ഒഴിച്ചുകറി മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്നാൽ രുചികരമായിട്ടുള്ള ഊണ് തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാനായിട്ട് കുക്കറിൽ അരി എടുത്തിട്ട് അടുപ്പിലോട്ടൊന്ന് വെച്ച് കൊടുക്കാവേ. അതവിടെ ആയി വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്നൊരു ഒഴിച്ചേറി ഉണ്ടാക്കാവേ. ഞാനിവിടെ പരിപ്പും തക്കാളിയും കൂടെ ഒരു ഒഴിച്ചേറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പെടുത്ത് കഴുകി ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സവാള കീറിയതും ഒരു ചെറിയ തക്കാളി 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് വെള്ളമുള്ളൊരു കറിയായിട്ടല്ല വെക്കുന്നത്, കുറച്ച് കുറുകിയ കറിയായിട്ടാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ടത് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ആയി വരുമ്പോഴത്തേനും നമുക്കിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് മസാലപ്പൊടി വേണേൽ ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ നിന്നൊക്കെ ഇവിടെ വിസിലൊക്കെ വന്നു. ഞാൻ അടുപ്പൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിലോട്ട് മസാല തേച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യമേ നന്നായിട്ട് വഴറ്റിയിട്ട് മൂടി വെച്ച് വേവിച്ച് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഇത് ഫ്രൈ ആയി വരുവേ. ഈ സമയം നമ്മുടെ ചോറും ആയി വരുന്നുണ്ടായി. ഞാൻ അടുപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഊറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഞാൻ ഉരുളക്കിഴങ്ങൊന്ന് മൂടി വെക്കുവാണേ. എന്നിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണാണ്. നമ്മുടെ ചോറായി വരുമ്പോഴത്തേനും തന്നെ നമുക്ക് ഈ കറിയും എല്ലാം റെഡിയായി വരും. അപ്പോൾ നമ്മുടെ ഇവിടെ തേങ്ങയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്കിത് പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്കും അല്ലെ വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഊണായത് കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വരണ്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് തക്കാളിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു ഉള്ളി അരിഞ്ഞതും കുറച്ച് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുകും ഉണക്കമുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കറിക്ക് കടുക് വറക്കുന്ന പോലെ തന്നെ അതിലോട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ പരിപ്പൊക്കെ കറി വെക്കുമ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒരുപാട് നല്ലതാണ്. അങ്ങനെ അതെടുത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് തക്കാളി ഒഴിച്ചേറി അടിപൊളി കറിയ. സിമ്പിളാണെങ്കിൽ ടേസ്റ്റ് രക്ഷയിൽ അടിപൊളി കറിയ കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ അതേണ്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, അതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഓംലേറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു 2ആയിട്ട് പൊരിച്ചെടുക്കാമെന്ന്. പിന്നെ ഞാൻ ഒന്നായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചിട്ടോ. വീണ്ടും ഇനി വെളിച്ചെണ്ണയൊന്നും കളയണ്ടെന്ന് ഓർത്തിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് തന്നെ ആക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് തൈരുമുളകും കൂടെ വറുത്തെടുത്തു. പിന്നെ കുറച്ച് പപ്പടവും. പിന്നെ ഇനിയിപ്പോൾ എന്താ വേണ്ടേ അല്ലേ. നമ്മുടെ ഊണ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഊണാണ്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ തൈരുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഊണ് റെഡിയായി. ഞാൻ മുട്ട എല്ലാവർക്കും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചോറ് കഴിക്കുക ഇതിനെക്കാട്ടിൽ എന്താ വേണ്ടത് നിങ്ങളൊന്ന് നോക്കിക്കുക. തേങ്ങയില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ. അപ്പോൾ തേങ്ങയില്ലാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഊണായിരുന്നു ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ ഊണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.